റെസൽമേനിയയ്ക്ക് മുൻപ് നടന്ന അവസാനത്തെ റോ എപ്പിസോഡിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റോ എപ്പിസോഡ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത്. ചെയ്തിട്ടുള്ള മാച്ചസ് സെഗ്മെന്റ് എല്ലാം നന്നായിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള ബോറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരേക്കും റോ എപ്പിസോഡ് അടിപൊളിയായിട്ടാണ് പോയിട്ടുള്ളത്. ഇന്ന് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വേൾഡ് ചാമ്പ്യൻ ഗുന്തറിന്റെ സെഗ്മെന്റ് ആണ് നടന്നത്. അതായത് മൈക്കൽ കോൾ ഇന്റർവ്യൂ ചെയ്യുന്നത് പോലെ ഒരു സെഗ്മെന്റ്. അപ്പോൾ അതിൽ ജിമ്മി ഉസാൻ അറ്റാക്ക് ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ട്. മൈക്കൽ കോൾ അതിന് ഗുന്തറെല്ലാം ആൻസർ പറഞ്ഞതിന് ശേഷം റെസൽമേനിയയിൽ ജെയിംസ് ഉസാനെ തോൽപ്പിച്ചുകൊണ്ട് സ്റ്റിൽ ചാമ്പ്യനായിട്ട് ഗുന്തർ മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഒരു കമ്പനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണ് താനെന്നും താൻ ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത പാതി സമയവും ചാമ്പ്യൻ ആയിരുന്നു എന്നും അതുപോലെ ജെയിംസോ കളിയാക്കിയ കാര്യത്തെ പറ്റിയും മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ജെയിംസോ ഗുന്തറിനോട് അമ്മയോടും ഫാമിലിയോടെല്ലാം പറഞ്ഞുകൊണ്ട് റെസൽമേനിയയിൽ മാച്ചിന് വരാൻ വേണ്ടി പറഞ്ഞിരുന്നു, അതായത് തോൽപ്പിക്കുമെന്നൊക്കെ. അപ്പോൾ അതിന് ഗുന്തർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ജെയിംസ് ഉസാനെ തോൽപ്പിച്ചതിന് ശേഷം എൻ്റെ ചാമ്പ്യൻഷിപ്പുമായിട്ട് എൻ്റെ അമ്മയെ പോയി കാണും, ഈ ഒരു ടൈപ്പിലൊക്കെ. അപ്പോൾ മെയിനായിട്ടും ഈ ഒരു സെഗ്മെന്റിൽ ജെയിംസ് ഉസാനെ തോൽപ്പിച്ചുകൊണ്ട് സ്റ്റിൽ ചാമ്പ്യൻ ആകും എന്ന് തന്നെയാണ് ഗുന്തർ പറഞ്ഞിട്ടുള്ളത്. ഇതിന് റിപ്ലൈ എന്ന പോലെ ജെയിംസോയുടെ സെഗ്മെന്റ് പിന്നീട് നടന്നിരുന്നു. അപ്പോൾ അതിൽ ജെയിംസോ ഇതിനെല്ലാം ആൻസർ പറയുന്നത് പോലെയും അവസാനത്തിൽ ഗുന്തറിനെ തോൽപ്പിച്ചുകൊണ്ട് ജെയിംസ് തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആവാൻ പോകുന്നത് എന്നും അതുകൊണ്ട് ശനിയാഴ്ച റെസൽമേനിയയിൽ താൻ ഗുന്തറിനെ തോൽപ്പിച്ചുകൊണ്ട് ന്യൂ വേൾഡ് ചാമ്പ്യൻ ആകും എന്നൊക്കെയാണ് ജെയിംസോയി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഇന്ന് റോ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്നത് വുമൺസിന്റെ മാച്ചാണ്. വുമൺസ് ടാഗ് ടീം ചാമ്പ്യനായ ലിവ് മോർഗൻ വേഴ്സസ് ബെയ്ലി, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല മാച്ചായിട്ടാണ് ഈ മാച്ച് തോന്നിയത്. മാച്ചിന്റെ അവസാനത്തിൽ റക്കിലെല്ലാം ഇടപെട്ട് ചീറ്റ് ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. അതായത് റക്കിൽ ചീറ്റ് ചെയ്യാൻ നോക്കിയ സമയത്ത് ലിവ് മോർഗൻ ബാക്ക് സ്റ്റേബർ എല്ലാം കൊടുത്തുകൊണ്ട് ഇത് ഫിനിഷർ ചെയ്യാൻ നോക്കി. ആ സമയത്ത് IC ചാമ്പ്യൻ ലൈറ വൽക്കീരിയ ബെയ്ലിയുടെ കാലെല്ലാം പിടിച്ചുകൊണ്ട് സേവ് ചെയ്തു. ഈ ഒരു അവസരം ഉപയോഗിച്ച് ബെയ്ലി ലിവ് മോർഗനെ റോൾ പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ബെയ്ലിയാണ് വിൻ ചെയ്തത്. അപ്പോൾ ഇത് നല്ല മാച്ചായിട്ടും അതുപോലെ ഇവരുടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന്റെ സ്റ്റോറിയും കണക്ട് ആയിട്ടാണ് പോയിട്ടുള്ളത്. അതിനുശേഷം റെയ് മിസ്റ്റീരിയോ വേഴ്സസ് അമേരിക്കൻ മേൽഡ് ടീമിലെ ജൂലിയൻ ക്രീഡ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഇതും നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് ചാറ്റ് കേബിൾ ടീമെല്ലാം ചീറ്റ് ചെയ്യുന്നത് റഫറി കണ്ടുപിടിച്ച സമയത്ത് ഇവരോട് ബാക്ക് സ്റ്റേജിലേക്ക് പോകാനായിട്ട് ആവശ്യപ്പെട്ടു. പിന്നീട് മാച്ചിന്റെ അവസാനത്തിൽ ചാറ്റ് കേബിൾ മാസ്ക് എല്ലാം വെച്ചുകൊണ്ട് എൽ ഗ്രാൻഡ് അമേരിക്കാനോ ആ ഒരു ക്യാരക്ടറിൽ വന്നു. എന്നിട്ട് റെയ് മിസ്റ്റീരിയോനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയ സമയത്ത് റെയ് മിസ്റ്റീരിയോ ജൂലിയൻ ക്രീഡിനെ ചാറ്റ് കേബിളിന്റെ മേലേക്കെല്ലാം തള്ളിയിട്ട് പിന്നീട് 619 കൊടുത്ത് അങ്ങനെ തന്നെ ഫിനിഷറും ചെയ്ത് ഈ മാച്ചിൽ റെയ് മിസ്റ്റീരിയോ ആണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം എൽ ഗ്രാൻഡ് അമേരിക്കാനോ റെയ് മിസ്റ്റീരിയോനെ അറ്റാക്ക് ചെയ്തു. അതായത് മാസ്കിനുള്ളിൽ വീണ്ടും ആ ഒരു മെറ്റലെല്ലാം വെച്ചുകൊണ്ട് പിന്നീട് സേവ് ചെയ്യാൻ വന്ന ഡ്രാഗൺ ലീനെ അറ്റാക്ക് ചെയ്തു. പിന്നെ ഈ സെഗ്മെന്റിൽ ലീഡ് ചെയ്തത് ചാറ്റ് കേബിളാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ സെഗ്മെന്റിൽ മാസ്ക് വരാൻ നോക്കുന്നത് പോലെ കാണിച്ചിട്ടുണ്ട്. നോക്കാം മാസ്ക് വേഴ്സസ് മാസ്ക് മാച്ച് വരുമോ അതോ റെസൽമേനിയയിൽ ചാറ്റ് കേബിളിന്റെ മാസ്ക് എന്തായാലും പോകുമോ എന്ന്. പിന്നീട് AJ സ്റ്റൈൽസ് വേഴ്സസ് കെരിയൻ ക്രോസ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ചും നല്ല അടിപൊളി മാച്ചായി തന്നെയാണ് തോന്നിയത്. രണ്ടുപേരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. അതുപോലെ കെരിയൻ ക്രോസിന് ഒരുപാട് നാളുകൾക്ക് ശേഷം കിട്ടുന്ന മാച്ചാണ് മെയിൻ ഷോയിൽ ഈ മാച്ച്. അപ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ മാച്ചിന്റെ അവസാനം AJ സ്റ്റൈൽസ് ഒരു അവസരം കിട്ടിയ സമയത്ത് കെരിൻ ക്രോസിന് ഫെനാമിനൽ ഫോറാം കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ AJ സ്റ്റൈൽസ് ആണ് വിൻ ചെയ്തത്. അപ്പോൾ AJ സ്റ്റൈൽസിന്റെ മറുവശം കെരിൻ ക്രോസ് ചോദിച്ചിരുന്നു, അത് AJ സ്റ്റൈൽസ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഈ മാച്ച് AJ വിൻ ചെയ്തതിന് ശേഷം സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ലോഗൻ പോൾ വരുന്നതായിട്ടും വന്നതിന് ശേഷം ലോഗൻ പോൾ ഒരു SP പോലെയാണ് സംസാരിച്ചത്. അതായത് സ്വയം പൊക്കിക്കൊണ്ട് ഒരു വീഡിയോ പാക്കേജ് എല്ലാം കാണിച്ച് AJ സ്റ്റൈൽസിനെ അത്ഭുതപ്പെടുത്താൻ നോക്കി. പിന്നീട് AJ സ്റ്റൈൽസ് പറയുന്നുണ്ട്, നീ മിടുക്കനാണ്, ഇപ്പോൾ റിങ്ങിലേക്ക് വാ, നമുക്ക് റെസൽമേനിയ വരെയൊന്നും പോകേണ്ട, ഇപ്പോൾ തന്നെ ഫൈറ്റ് ചെയ്യാം എന്ന ടൈപ്പിൽ. അങ്ങനെ ലോഗൻ പോൾ റിങ്ങിലേക്ക് നടക്കുന്ന സമയത്ത് കെരിൻ ക്രോസ് പിറകിൽ നിന്നും വന്ന് AJ സ്റ്റൈൽസിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കി. ശേഷം ലോഗൻ പോളും AJ സ്റ്റൈൽസ് ഇവരെ രണ്ടുപേരെയും തിരിച്ച് അറ്റാക്ക് ചെയ്ത് കെരിൻ ക്രോസിന് ഒരു ബാക്ക് DDT എല്ലാം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ AJ സ്റ്റൈൽസിനെ ലോഗൻ പോൾ ആ ഒരു ലക്കി ഷോട്ട് എല്ലാം ചെയ്തു. പിന്നീട് അവസാനം AJ സ്റ്റൈൽസിനെ ലോഗൻ പോൾ എടുത്ത് ലോഗൻ പോളിന്റെ പുതിയ ഫിനിഷറായ പോൾവറൈസർ ചെയ്തുകൊണ്ട് ഈ സെഗ്മെന്റ് മൊത്തത്തിൽ അവസാനിപ്പിച്ചു. ഇതിപ്പോൾ രണ്ടാം തവണയാണ് AJ സ്റ്റൈൽസിന് ഫിനിഷർ കിട്ടുന്നത്. അപ്പോൾ ഇവരുടെ റെസൽമേനിയ മാച്ചിന്റെ സെഗ്മെന്റും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ റെസൽമേനിയ മാച്ചിന്റെയും പ്ലാൻ സെറ്റായിട്ട് പോയിട്ടുണ്ട് ഇന്നത്തെ റോയിൽ. പിന്നീട് റെസൽമേനിയയിൽ IC ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കുന്നതുകൊണ്ട് അതിലുള്ള 2 പേരെ വെച്ച് ഒരു സിംഗിൾസ് മാച്ച് വെച്ചിരുന്നു ഇന്ന്. അപ്പോൾ ആ മാച്ച് മറ്റാർക്കുമല്ല, ഫിൻ ബാലർ വേഴ്സസ് പെൻഡ ഇവർക്കാണ്. ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. അതും മാച്ചിന്റെ ക്ലൈമാക്സിൽ ചെയ്ത
റെസൽമേനിയയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോറി ലൈനും കിടിലനായിട്ടുണ്ട്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ഈ മാച്ച് നടക്കുന്നതിന് മുൻപ് ബ്രോൺ ബ്രേക്കർ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കവേ ഫിൻ ബാലറും ടീമും വന്ന് ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഈ മാച്ചിലേക്ക് വരാം. മാച്ച് രണ്ടുപേരും നല്ല അടിപൊളിയായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. പെൻഡയായാലും ശരി ഫിൻ ബാലർ ആയാലും ശരി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇവർക്ക് നല്ലൊരു സ്റ്റോറി ലൈൻ ചെയ്ത് വലിയൊരു സ്പെഷ്യൽസിൽ മാച്ച് വെച്ചാലും സെറ്റായിരിക്കും. രണ്ടുപേരും അതുപോലെയാണ് പെർഫോമൻസ് ചെയ്തിട്ടുള്ളത്. മാച്ചിൻ്റെ അവസാനത്തിൽ പെൻഡ ഫിൻ ബാലറുടെ കൈയെല്ലാം പിടിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ട് ശേഷം ഫിനിഷർ ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. ഫിൻ ബാലർ ഒഴിഞ്ഞു മാറി. പിന്നീട് ഫിൻ ബാലർ പെൻഡയെ ഫിനിഷർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ബ്രോൺ ബ്രേക്കർ അവിടെ വന്നു. അപ്പോഴേക്കും കാർലിറ്റോയും ഡൊമിനിക്കും ടീമെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ബ്രോൺ ബ്രേക്കർ വന്നതിന് ശേഷം കാർലിറ്റോ ഇവിടെ നിന്ന സമയത്താണ് എനിക്ക് ഒരു റോക്കറ്റ് സ്പിയർ കിട്ടിയത് എന്ന ടൈപ്പിലൊക്കെ ചിന്തിച്ചുകൊണ്ട് നേരെ റിങ്ങിലോട്ട് ഓടിക്കയറി. പിന്നീട് ബ്രോൺ ബ്രേക്കർ റിങ്ങിൽ കയറി ഫിൻ ബാലറിനെ അറ്റാക്ക് ചെയ്ത സമയത്ത് ആ മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് ഇവരെയെല്ലാം അറ്റാക്ക് ചെയ്ത് കാർലിറ്റോയ്ക്കും ഡൊമിനിക്കിനും ഒരു ഡബിൾ സ്പിയർ കൊടുത്ത് പെൻഡയെ എപ്പോഴത്തെയും പോലെ സ്പിയർ ചെയ്യാൻ വേണ്ടി നോക്കി. എന്നാൽ പെൻഡ അത് മനസ്സിലാക്കിക്കൊണ്ട് ബ്രോൺ ബ്രേക്കറിനെ തിരിച്ച് അറ്റാക്ക് ചെയ്ത് സൂപ്പർ കിക്കും കാര്യങ്ങളെല്ലാം ചെയ്തു. അത് പോരാഞ്ഞിട്ട് ഡൊമിനിക് മിസ്റ്റീരിയോ കാർലിറ്റോ ഇവരുടെ മേലേക്കെല്ലാം ഓടി വന്നുകൊണ്ട് ജമ്പ് ചെയ്ത് അവരെയും അറ്റാക്ക് ചെയ്ത് പെൻഡയാണ് ഈ സെഗ്മെന്റിൽ ലീഡ് ചെയ്തത്. അപ്പോൾ ഈ സെഗ്മെന്റും അടിപൊളിയായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഈ സെഗ്മെന്റ് ഇങ്ങനെ കാണിച്ചതുകൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇവരുടെ ഫാറ്റൽ 4-way മാച്ച് വേറെ ലെവലാകും എന്നുള്ളതാണ്. ഇനി ഈ മാച്ചിൽ റൂൾസ് പ്രകാരം വിൻ ചെയ്തത് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫിൻ ബാലർ ആണ്. അതായത് IC ചാമ്പ്യൻ ബ്രോൺ ബ്രേക്കർ ഫിൻ ബാലറിനെ അറ്റാക്ക് ചെയ്ത കാരണം ഫിൻ ബാലർ ആണ് ഈ മാച്ച് ജയിച്ചിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ റോ എപ്പിസോഡിൽ മുഴുവനായിട്ടും റോമൻ റൈൻസിനെ ബാക്ക് സ്റ്റേജിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോൾ ഹെയ്മനെയാണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ പോൾ ഹെയ്മൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് CM Punk വന്നുകൊണ്ട് പോൾ ഹെയ്മൻ്റെ അടുത്തിരുന്ന് സംസാരിക്കും എന്ന് റോമൻ റൈൻസ് അതേസമയം കാറിൽ വന്നു. പക്ഷേ പോൾ ഹെയ്മൻ അത് ശ്രദ്ധിച്ചില്ല. പിന്നീട് റോമൻ റൈൻസ് ദേഷ്യപ്പെട്ട് റിങ്ങിലേക്ക് പോകുമ്പോൾ പോൾ ഹെയ്മൻ ട്രൈബൽ ചീഫ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് റോമൻ്റെ പിന്നാലെ പോകുന്നുണ്ടായിരുന്നു. പിന്നീട് റോമൻ റൈൻസ് എൻട്രൻസിൽ വന്ന സമയത്തും പോൾ ഹെയ്മൻ കൂടെയുണ്ട്. റോമൻ റൈൻസ് വന്നതിന് ശേഷം അവിടെയുള്ള ഫാൻസിനോടെല്ലാം ട്രൈബൽ ചീഫായിട്ട് അംഗീകരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. പിന്നീട് ഫാൻസും അത് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം പോൾ ഹെയ്മൻ എപ്പോഴത്തെയും പോലെ ഒരു മൈക്ക് വാങ്ങിക്കൊണ്ടുവന്ന് ട്രൈബൽ ചീഫിന് കൊടുക്കാൻ വേണ്ടി നോക്കി. എന്നാൽ റോമൻ റൈൻസിന്റെ ഉള്ളിൽ ദേഷ്യമുള്ളതുകൊണ്ട് പോൾ ഹെയ്മൻ കൊണ്ടുവന്ന മൈക്കൊന്നും വാങ്ങിച്ചില്ല. അത് മറികടന്നുകൊണ്ട് അവിടെ പോയി മറ്റൊരു മൈക്ക് വാങ്ങിച്ചാണ് റോമൻ റൈൻസ് സംസാരിച്ചത്. ഇനി റോമൻ എന്താണ് സംസാരിച്ചത് എന്ന് പറയുന്നതിനേക്കാൾ മുൻപായിട്ട് മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ഉണ്ടെങ്കിൽ ഇനി കാര്യമുള്ളൂ. പഴയതുപോലെയല്ല, പൈസ കൊടുത്താണ് ഷോ കാണുന്നത്. അതുകൊണ്ട് മാക്സിമം ലൈക്ക് അടിക്കുക. അതായത് റോമൻ റൈൻസ് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഫാൻസിനോട് അംഗീകരിക്കാൻ പറഞ്ഞ സമയത്ത് അവർ അക്സെപ്റ്റ് ചെയ്തപ്പോൾ റോമൻ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്നെ അംഗീകരിക്കുമെന്നും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ എന്നെ സപ്പോർട്ട് ചെയ്യാത്ത, എന്നെ അംഗീകരിക്കാത്ത ചിലരൊക്കെയുണ്ട് ഇവിടെ എന്ന്. അതായത് പോൾ ഹെയ്മനെ നൈസായി മെൻഷൻ ചെയ്തുകൊണ്ട് റോമൻ ഇങ്ങനെയാണ് പറഞ്ഞത്. എന്നിട്ട് പോൾ ഹെയ്മനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെയാണ് എന്നെ ചതിക്കാൻ സാധിച്ചത് എന്നൊക്കെ. അപ്പോൾ പോൾ ഹെയ്മൻ പറയുന്നുണ്ട്, ഇതൊരിക്കലും ഒരു ചതിയല്ല, അവന് ഞാനൊരു ഫേവർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു, അതുമാത്രമാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് എന്ന്. അപ്പോൾ റോമൻ റൈൻസ് പറയുന്നുണ്ട്, പോൾ ഹെയ്മന് എന്തെങ്കിലും ഫേവർ CM Punkന് കൊടുക്കാനുണ്ടെങ്കിൽ അത് അവൻ്റെ കയ്യിൽ നിന്നും എടുത്തു കൊടുക്കണം. അതിലൊരിക്കലും റോമൻ റൈൻസിനെ മെൻഷൻ ചെയ്യരുത്, അല്ലെങ്കിൽ അതെന്നെ ചതിച്ചുകൊണ്ടല്ല ഫേവർ കൊടുക്കേണ്ടത്, അതെന്നെ ഒരിക്കലും ബാധിക്കാനും പാടില്ല എന്നൊക്കെ. അതുപോലെ നമ്മുടെ ട്രൈബൽ ഫാമിലിയിൽ നമ്മൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മളത് നേടിയെടുക്കുകയാണ് ചെയ്യാറ്, അതല്ലാതെ ഫേവറൊന്നും ചോദിക്കാറില്ല എന്നും റോമൻ പറയുന്നുണ്ട്. അതായത് വാർ ഗെയിമിൽ CM Punkനെ കൊണ്ടുവന്നത് ഒരിക്കലും എൻ്റെ ഐഡിയ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹമൊന്നുമല്ല, അത് നീ തന്നെയാണ് തീരുമാനിച്ചത്, നീ തന്നെയാണ് അവനെ കൊണ്ടുവന്നതും. അതായത് CM Punkനോട് ജോയിൻ ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും അത് നിന്റെ തീരുമാനമായിരുന്നു എന്നും, അതുകൊണ്ട് ഫേവർ കൊടുക്കേണ്ടത് നീയാണ്. അപ്പോൾ ഇതാണ് പ്രശ്നം. അതായത് റോമൻ റൈൻസിനെ ബാധിക്കുന്ന ടൈപ്പിലാണ് പോൾ ഹെയ്മൻ CM Punkന് സഹായം ചെയ്തു കൊടുത്തത് എന്നാണ് റോമൻ പറഞ്ഞത്. പിന്നീട് ഇവരിങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ സെത്ത് റോളൻസ് വന്നതിന് ശേഷം സെത്ത് പറയുന്നുണ്ട്, റെസൽമേനിയയിൽ നമുക്ക് നടക്കാൻ പോകുന്ന ട്രിപ്പിൾ ത്രെഡ് മാച്ചാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അതായത് ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവരാണ് ഈ ഒരു കമ്പനിയെ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എന്നാൽ അതൊരിക്കലും നീയായിരിക്കില്ല, അതുപോലെ തന്നെ CM Punkും ആയിരിക്കില്ല. നിന്നെപ്പോലെയുള്ളവരൊക്കെ വല്ലപ്പോഴുമാണ് ഈ കമ്പനിയിൽ വരുന്നത്. അതുപോലെ CM Punk ഈ കമ്പനിയുടെ ബിസിനസ് നശിപ്പിക്കാൻ നടക്കുന്നവനാണ്.
പക്ഷെ എന്നെപ്പോലെ ത്യാഗം ചെയ്യാൻ കഴിവുള്ളവരാണ് ഈ ഒരു കമ്പനിയെ റൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് ഞാനാണ് ഈ മാച്ച് വിൻ ചെയ്യേണ്ടത്. ഈ ഒരു ടൈപ്പിലൊക്കെ, അതായത് കമ്പനിയുടെ ബിസിനസ്സിന് വേണ്ടി നിൽക്കുന്നവരാണ് ഈ മാച്ച് വിൻ ചെയ്യേണ്ടത് എന്ന ടൈപ്പിൽ. പിന്നീട് ഈ സെഗ്മെന്റിന്റെ അവസാനം സെത്ത് പറയുന്നുണ്ട് CM പങ്കിന് പോൾ ഹേമൻ ഫേവർ കൊടുത്തത് ഒരു ചോയ്സ് മാത്രമാണെന്നും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞ റോ എപ്പിസോഡിൽ ഞാൻ അവനെ കോൺസ്റ്റപ്പ് ചെയ്യാൻ നോക്കിയ സമയത്ത് ഞാനും ഒരു ഫേവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവൻ എനിക്ക് ചെയ്തു തരാൻ പോകുന്നില്ല എന്നാണ് സെത്ത് പറഞ്ഞത്. അതിനുള്ള കാരണം പോൾ ഹേമന് അതിൻ്റെ ആവശ്യമില്ല എന്നാണ്. അതായത് CM പങ്കിന് ഫേവർ കൊടുക്കാൻ തീരുമാനിച്ചത് പോൾ ഹേമന് CM പങ്കിൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അതായത് റോമൻ റെയിൻസിനേക്കാൾ ഏറ്റവും കൂടുതൽ പോൾ ഹേമന് CM പങ്കിൻ്റെ കൂടെ നിൽക്കാനാണ് താല്പര്യം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫേവർ എല്ലാം പോൾ ഹേമൻ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ടൈപ്പിലാണ് സെത്ത് സംസാരിച്ചെത്തിയത്. എന്നിട്ട് അവസാനം സെത്ത് റോമനോട് പറയുന്നുണ്ട് ഞാൻ ചോദിച്ച ഫേവറൊന്നും അവൻ തരാൻ പോകുന്നില്ല. പക്ഷെ നീ മനസ്സിലാക്കേണ്ട കാര്യം CM പങ്കിനോടാണ് പോൾ ഹേമന് കൂറുള്ളത് എന്നാണ് സെത്ത് പറഞ്ഞത്. അങ്ങനെ ഇതെല്ലാം കേട്ടതിന് ശേഷം റോമൻ റെയിൻസ് സെത്ത് പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന ടൈപ്പിൽ പോൾ ഹേമനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷം റോമൻ റെയിൻസ് സെത്ത് റോളൻസിനെ അറ്റാക്ക് ചെയ്തു. സെത്ത് റോളൻസിനെ അറ്റാക്ക് ചെയ്ത് റിങ്ങിന് പുറത്തേക്ക് ആക്കിയതിന് ശേഷം പോൾ ഹേമനുമായിട്ട് പ്രശ്നമുണ്ടാക്കി. അങ്ങനെ പോൾ ഹേമനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയ സമയത്ത് CM പങ്കോടെ വന്നുകൊണ്ട് റോമൻ റെയിൻസിനെ കയറി അറ്റാക്ക് ചെയ്തു. എന്നിട്ട് റിങ്ങിൽ നിന്ന് പുറത്താക്കി പോൾ ഹേമനെ സേവ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് റോമൻ വീണ്ടും റിങ്ങിൽ കയറി CM പങ്കിന് ഒരു സ്പിയർ കൊടുത്തു. ഈ ഒരു അവസരം ഉപയോഗിച്ച് സെത്ത് റോളൻസ് ഷീൽഡ് ബ്രേക്കപ്പ് ചെയ്തതുപോലെ തന്നെ റോമൻ റെയിൻസിനെ സ്റ്റീൽ ചെയർ വെച്ച് അറ്റാക്ക് ചെയ്തു. ശേഷം CM പങ്കിന് ഒരു കേർഡ് സ്റ്റോംപ് കൊടുത്തു. അതുപോലെ തന്നെ റോമൻ റെയിൻസിനും ഒരു കേർഡ് സ്റ്റോംപ് കൊടുത്ത് ഈ സെഗ്മെന്റിൽ സെത്താണ് ലീഡ് ചെയ്തത്. അതും പോൾ ഹേമനെ ഒരു നോട്ടമെല്ലാം നോക്കിയിട്ടുണ്ട്. എങ്ങാനും റെസ്സൽമേനിയയിൽ പോൾ ഹേമൻ ട്വിസ്റ്റ് വെച്ച് സെത്തിന്റെ കൂടെ പോയാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ധൈര്യം നോക്കാം അങ്ങനെ സംഭവിക്കുമോ എന്ന്. അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡ് മൊത്തത്തിൽ വേറെ ലെവൽ ഷോ ആയിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് മെയിൻ ഇവന്റ് സെഗ്മെന്റ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ സ്റ്റോറി ലൈൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ട്രിപ്പിൾ ത്രെഡ് മാച്ച് മരണമാസമായിരിക്കും. റോ എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതുപോലെ മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.